ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹരിയാനയുള്ള ഏതെന്ന് പറഞ്ഞ ഡയറി ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യം റിലീസ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിലായിരിക്കും. അതിനുശേഷം ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലൂടെ കാണുന്ന എല്ലാവരും തന്നെ നമുക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം എത്തണമെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഹരിയാനയിലുള്ള ഒരു ചെറിയ ഡയറി ഫാമാണ്. അപ്പോൾ കേരളത്തിലേക്കൊക്കെ പശുക്കളെ കൊണ്ടുവരുന്ന ഒരു ഫാമാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഹരിയാനയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പർ ഒന്ന് സേവ് ചെയ്യുക. ആ ഒരു നിലയ്ക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾ പോകുന്ന ഏതൊരു ഫാമാണെങ്കിലും ഹരിയാനയിൽ ഒരുപാട് ഫാമുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഫാമുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശുക്കളെ കിട്ടുന്നില്ല, വിലയിൽ എന്തെങ്കിലും വേരിയേഷനൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺടാക്ട് നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫാമിലൂടെ പോയി വിസിറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ പശുക്കളും അല്ലെങ്കിൽ വിലകളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ അവർ എന്നോട് പറഞ്ഞിരിക്കുന്ന കുറച്ച് വിലയും വിവരങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുകയാണ്. അതായത് ഒരു ഫസ്റ്റ് ലാക്ടേഷനിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 40,000 മുതൽ 55,000 രൂപ വരെയാണ് പശുക്കളുടെ വില. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്കൻഡ് ലാക്ടേഷനിൽ ഒരു 50,000 മുതൽ 65,000 രൂപ വരെ. അതായത് പ്രഗ്നൻ്റായ ഫസ്റ്റിലെ കടിഞ്ഞൂൽ പശുക്കൾക്ക് അവിടെ വില വരുന്നത് 40,000 മുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റി ഒക്കെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 20 ലിറ്ററാണ് സ്റ്റാർട്ടിങ്. ഒരു 20 മുതൽ 30 വരെയൊക്കെ പാൽ ലഭിക്കാൻ ചാൻസ് ഉള്ള പശുക്കളാണ് സ്റ്റാർട്ടിങ് 40 to 55. സെക്കൻഡ് ആകുമ്പോൾ 50 to 65. ചിലപ്പം പ്രസവിച്ചതായിരിക്കാം, ചിലപ്പം പ്രഗ്നൻ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേരളത്തിൽ വരെയാണെങ്കിൽ ഒരു 1 lakh എബോവ് ആണ്, 1 to 1.4. അതിപ്പം കേരളത്തിലെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരുമ്പോൾ അതിൻ്റെ വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ അവർ അത് പ്രിഫർ ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാം. അല്ലെങ്കിൽ തമിഴ്നാട് ഏകദേശം കോയമ്പത്തൂർ വരെ മതിയെങ്കിൽ അവർ വരെ എത്തിച്ചേരുന്നതിന് 90,000 രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത്. അത് ഏകദേശം ഒരു 10 പശുക്കളെ വരെ കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. ചെറിയ തരത്തിലുള്ള പശുക്കളാണെങ്കിൽ, വലിയ പശുക്കളാകുമ്പം ഏകദേശം 8 പശുക്കളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ കോയമ്പത്തൂർ വരെ 90,000 രൂപ വരെയും. കേരളത്തിലേക്കാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അവിടുന്ന് സെപ്പറേറ്റ് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാം. അല്ലെങ്കിൽ അവർ തന്നെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചാർജ് 1,40,000, 1,40,000 രൂപ വരെ ആക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പശുക്കളുടെ വിലയും ഒരു 40 മുതൽ 65 രൂപ വരെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഇവരുടെ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തെങ്കിലും ഒക്കെ എല്ലാവരും ഹരിയാനയിൽ പോകണം എന്നില്ല. അപ്പോൾ ഹരിയാനയിലൊക്കെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫാമിൻ്റെ റെഫറൻസിലാണ് പോകുന്നതെങ്കിൽ കൂടി നിങ്ങളൊരു 3-4 ഫാമിൻ്റെ ഹരിയാനയിലുള്ള ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടി നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഫാം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഡയറക്റ്റ് ഒരു ഫാമിൻ്റെ റെഫറൻസിലല്ല പോകുന്നതിൽ കൂടി നിങ്ങൾക്ക് 2-3 ഫാമിൽ പോകുമ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ആ ഫാം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ പോകാനും എളുപ്പമായിരിക്കും. അല്ല നമ്മൾ ഡയറക്റ്റ് ഒരു ഹരിയാനയിൽ പോയിട്ട് ഇപ്പം ഒരു ഫാമിൽ മാത്രം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കുറേ ഫാമുകളിൽ പോയിട്ട് അപ്പം ഏതാണ് ബെറ്റർ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം ഏതെന്ന് പറയുന്ന ഡയറി ഫാം അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ചെക്ക് ചെയ്താൽ മതി. പശുക്കളുടെ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് എല്ലാം തരും. ഞാനിപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഏകദേശം ഒരുപാട് ഫാമുകളുടെ റിവ്യൂസ് നടത്തിയിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്, പൊള്ളാച്ചി, അല്ല ഹരിയാനയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഒരിക്കലും ഇവിടെ നിന്നായാലും കേരളത്തിന് പുറത്തല്ല കേരളത്തിൽ നിന്നാണെങ്കിലും വീഡിയോസ് കണ്ട് മാത്രം പശുവിനെ വാങ്ങരുത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പശു ആയിരിക്കില്ല നാട്ടിൽ നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ ചില പശുക്കളൊക്കെ ക്യാമറയിൽ നല്ല വലുതായിട്ട് കാണിക്കും, നമ്മൾ നേരിൽ ചെല്ലുമ്പോൾ നമുക്ക് സൈസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വില ആയിരിക്കില്ല നാട്ടിൽ നമ്മളിപ്പോൾ റീസെയിൽ ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പം മാക്സിമം എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടും. പശുക്കൾ കറവയുള്ളതൊക്കെ ആണെങ്കിൽ കറന്ന് ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ കേരളത്തിന് പുറത്ത് എവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു ക്വാറൻറ്റൈൻ എന്നതുപോലെ കുറച്ച് ദിവസം പശുവിനെ സെപ്പറേറ്റ് നിർത്തുക. കൂടെ നിങ്ങൾക്ക് വേറെ പശുക്കളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മാക്സിമം നിർത്താതിരിക്കുക.
മാറ്റി നിർത്തിയതിന് ശേഷം ആദ്യം നല്ല ചെള്ളിനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കുക. ചെള്ളിനുള്ള ഇഞ്ചക്ഷൻ എന്തിനാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്തുള്ള ചെള്ള് അവിടെ പുറത്തൊക്കെ വന്നിട്ട് വേറെ നമ്മുടെ പശുക്കളിലേക്ക് കടിച്ചിട്ട് അതിന് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈലേറിയ, അനാപ്ലാസ്മ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ചെക്ക് ചെയ്തിട്ട് അതിനൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന പശുക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി എടുക്കണം. അതായത് ഇപ്പം വരുന്ന വഴിക്കൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് സ്ട്രെസ് കൊണ്ടൊക്കെ ചില പശുക്കൾക്ക് തൈലേറിയ, അനാപ്ലാസ്മ എന്നുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വന്നതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് 100% ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിന് പുറത്തുനിന്ന് പശുവിനെ എടുത്തിരുന്നു. ഞാൻ ചെയ്തത് ആദ്യം സെപ്പറേറ്റ് ഒരു ക്വാറന്റൈൻ എന്നതുപോലെ പശുവിനെ ഏകദേശം സെപ്പറേറ്റാണ് ഒരാഴ്ചയോളം നിർത്തിയത്. അത് വന്നിട്ട് പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് നടത്തി ഇല്ലയെന്നാണ് ഉറപ്പ് വരുത്തി. എങ്കിൽ കൂടി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ പശുക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഒരുമിച്ചാക്കിയത്. അപ്പോൾ പിന്നെ ഫുഡ് കൊടുക്കുന്നതായാലും സെപ്പറേറ്റ് പാത്രത്തിൽ നമ്മളിപ്പോൾ ക്വാറന്റൈനൊക്കെ പറഞ്ഞാൽ ക്വാറന്റൈൻ എന്നതുപോലെ തന്നെയായിരുന്നു ആ പശുവിനെ ഞാൻ നോക്കിയിരുന്നത്. മറ്റു പശുക്കളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഇതിൽ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടുവന്നത്. ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റു പശുക്കളുടെ കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് ചെള്ളിനുള്ള ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ചെള്ളിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, അത് കൊടുത്തിട്ട് ചെള്ളെല്ലാം കളയാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഇപ്പം ഗവൺമെൻറ്റിൽ വെറ്ററിനറി ലാബിൽ ഫ്രീ ആണ്. നമ്മുടെ അടുത്ത് കൊല്ലത്താണ് ഉള്ളത്. അത് ഗവൺമെൻറ് ഡോക്ടറെ അടുത്ത് പറയുകയാണെങ്കിൽ ഡോക്ടർ വന്നിട്ട് ഏകദേശം പശുക്കളുടെ ചെവിയുടെ സൈഡിൽ നിന്നാണ് ഈ ബ്ലഡ് എടുക്കുന്നത്. അത് ഗവൺമെൻറ് ഓലയിൽ കൊല്ലത്തിൻ്റെ ഇതുണ്ട്, ലാബുണ്ട്, അവിടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഫ്രീ ആയിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് തരും. അതിന് പിറ്റേന്ന് തന്നെ ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ലാബിലും അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോയിൽ ഐവെറ്റ് എന്ന് പറയുന്ന ഒരു ലാബിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്താണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും അത് കൊറിയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ ആ ബ്ലഡ് എല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ അടുത്ത് പറയും. അതിൻ്റെ പേയ്മെൻറ്റ് 500 രൂപയായിരുന്നു ഡീറ്റെയിൽ ടെസ്റ്റിന്. അല്ലെങ്കിൽ നോർമൽ സാധാ ടെസ്റ്റിന് 300, സ്ലൈഡ് ടെസ്റ്റിന് 300, 350 തൊട്ടുണ്ട്. ഞാനന്ന് ഡീറ്റെയിൽസ് ടെസ്റ്റാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും, വൈകിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പലപ്പോഴും ഈ അസുഖങ്ങളുണ്ട് എന്നറിയാതെ പോകുന്നതുകൊണ്ട് പല കർഷകർക്കും ഒരുപാട് നഷ്ടം സംഭവിക്കുന്നു. ഈ പ്രസവിച്ച് ഏകദേശം 1 മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഈ അസുഖം പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് തുടക്ക സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് നടത്തുവാണെങ്കിൽ തുടക്കം തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ നമ്മുടെ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, പുറത്തുനിന്ന് പശുക്കളെ കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.